ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എക്സ്പീരിയൻസസ് ഒക്കെ ചോദിച്ചാൽ അത് ഭയങ്കര പാടായിരിക്കും പറയാമെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഇഫ് യു കുഡ് പിക്ക് വൺ, ഡോക്ടർക്ക് നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റിയ, ഇപ്പോൾ വളരെ ഇമോഷണലായിട്ട് ഡോക്ടർ തന്നെ എന്താ പറയുക ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ട് പോയാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്ന അങ്ങനെ ഒരു എക്സ്പീരിയൻസ് പറയും. നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അസുഖം മാറി അല്ലെങ്കിൽ മേജർ സർജറി ചെയ്ത് അസുഖം മാറി പേഷ്യൻസ് ഹാപ്പി ആവുന്നു, അവർ വന്ന് കെട്ടിപ്പിടിക്കുന്നു, പിന്നെ അവർ അതിൻ്റെ സന്തോഷം പങ്കുവെക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ്. എല്ലാ ഡോക്ടേഴ്സും അവരുടെ ലൈഫിൽ പല സന്തോഷം ഉണ്ടാവും. ബട്ട് അങ്ങനെ ഒരുപാട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിനെ പല എന്താ പറയുക സ്റ്റേജിലും ഷെയർ ചെയ്തിട്ടുണ്ട്. ബട്ട് ഈ അടുത്തായിട്ട് ഒരു 2 months ബാക്ക് വേറൊരു എക്സ്പീരിയൻസ്. ഇപ്പം ഞാൻ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, അത് ശരിയായിട്ട് ആൾ നന്ദി പറയുന്നത് സ്വാഭാവികമാണ്, അതിപ്പോൾ എല്ലാ ഫീൽഡിലും ഉണ്ടാവും. ബട്ട് ഒരു പേഷ്യൻ്റ് എനിക്കൊരു 3-4 months ബാക്ക് ഒരു എമർജിംഗ് ഓങ്കോളജിസ്റ്റ് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടൊരു അവാർഡ്, ഒരു പാൻ ഇന്ത്യ ബേസ്ഡ് ആണ്, ഡൽഹിയിൽ വെച്ച് എനിക്കൊരു അവാർഡ് കിട്ടിയിരുന്നു. എനിക്കും എൻ്റെ ഹോസ്പിറ്റലിനും ഉണ്ടായിരുന്നു, ആസ്ട്രോമിംസ് കണ്ണൂരിനും ആ ഒരു അവാർഡ് ഉണ്ടായിരുന്നു. അപ്പം ഒരു കണ്ണൂരിലുള്ള ഒരു അമ്മ, അപ്പം ഞാനിതറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഷ്യൻ്റ് ആയിരുന്നു, ഒരു 75 വയസ്സുള്ള ഒരു അമ്മയാണ്. എന്താ പറയുക, നന്നായി സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവർക്കൊരു അസുഖം ഉണ്ടായിരുന്നു, ഞാൻ സർജറി ചെയ്തു, വൈറലായിരുന്നു, കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. ബട്ട് നന്നായി ചെയ്തു. ഒരു 5th day ആകുമ്പോൾ ഡിസ്ചാർജ് ചെയ്തു. അവർ 1 week കഴിഞ്ഞ് ഫോളോ അപ്പ് വന്നു, 2 weeks കഴിഞ്ഞ് ഫോളോ അപ്പ് വന്നു. അപ്പോൾ 2ാമത്തെ ആഴ്ച വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, ഇനിയിപ്പോൾ എന്നെ ഒരു 3 months കഴിഞ്ഞ് കണ്ടാൽ മതി, എല്ലാ അസുഖമൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഞാൻ വെറുതെ ചോദിച്ചു, അമ്മ മുമ്പ് ടീച്ചറായിരുന്നോ ചോദിച്ചു. അപ്പം പറഞ്ഞു അല്ല ടീച്ചറൊന്നും അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല അമ്മ നന്നായി സംസാരിക്കുന്നു, അപ്പോൾ ഒരു റിട്ടയർഡ് ടീച്ചറെ പോലെ ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ മോള് കയറി പറഞ്ഞു ശരിയാണ്, പലരും ചോദിക്കാറുണ്ട്, അമ്മ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിക്കും, അങ്ങനെ വായിക്കുന്ന ശീലമുള്ള ആളാണ്, അതുകൊണ്ട് അമ്മയെ പറ്റി പലരും അങ്ങനെ ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു കറക്റ്റാണ്, അമ്മയുടെ സംസാരിക്കാൻ ഭയങ്കര അപ്ഡേറ്റഡ് ആണ്, കുറച്ച് ഈസിയാണ് സംസാരിക്കാനൊക്കെ. ആ മോള് അപ്പം പറഞ്ഞു ചാടിക്കറി പറഞ്ഞു അമ്മയുടെ വായന വഴിയാണ് ഡോക്ടറെ പറ്റി അമ്മ അറിഞ്ഞത് തന്നെ. അപ്പം ഞാൻ ചോദിച്ചു വായന വഴി എന്നെ അറിയാൻ മാത്രം ഞാനങ്ങനെ പോപ്പുലർ ആയിട്ടില്ലല്ലോ. അപ്പം അവർ ഇതിൻ്റെ അടുത്ത് പറയാം അല്ല ഡോക്ടർക്ക് ഒരു അവാർഡ് കിട്ടിയിരുന്നല്ലോ ഒരു മാസം മുമ്പ്. അപ്പം അമ്മ ആ അവാർഡ് കിട്ടിയ ആ പേപ്പർ കട്ടിങ്സ് അമ്മ വായിച്ചു. അപ്പം അമ്മ പറയാൻ നമ്മളെയൊക്കെ വിളിച്ചിട്ട് എക്സൈറ്റ്മെൻറ്റിൽ മക്കളെ വിളിച്ച് നമ്മൾ നോക്കിയ ഒരു ഡോക്ടർ, യങ് ഡോക്ടർ ഒരു അവാർഡൊക്കെ പാൻ ഇന്ത്യയുടെ ഒരു അവാർഡൊക്കെ വാങ്ങിയിട്ടുണ്ട്, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര ബ്രില്യൻ്റ് ആണ്, അത് നമ്മുടെ കണ്ണൂരിലുള്ളൊരു ഡോക്ടർ. അപ്പം അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം, അതിനോട് അഭിമാനം. അതായത് അവരെന്നെ കണ്ടിട്ടില്ല, അവർക്ക് അസുഖം വന്നിട്ടോ എന്നെ കണ്ടിട്ടോ ഒന്നുമില്ല. അപ്പം ഏതോ ഒരാൾക്ക് വേണ്ടിയാണ് അവർ സന്തോഷിക്കുന്നതും അഭിമാനിക്കും. സത്യത്തിൽ എൻ്റെ അല്ല അവരുടെ ഒരു ഗുഡ് ക്വാളിറ്റിയാണത്. കാരണം നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാൾക്ക് ഒരു നല്ല കാര്യം വരുമ്പോൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ പറയാറുണ്ട്, വേറൊരാളുടെ ദുഃഖത്തിൽ നമ്മൾ ദുഃഖിച്ചു എന്നുള്ളത് വലിയ കാര്യമൊന്നുമില്ല, അതെല്ലാവർക്കും സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. ബട്ട് ഒരാളുടെ സന്തോഷത്തിൽ നമുക്ക് റിയലി സന്തോഷം ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മളുടെ നല്ല മനസ്സാണ്. അപ്പോൾ ആ അമ്മയുടെ നല്ല മനസ്സായിരിക്കണം. അപ്പോൾ അവരന്നത് സന്തോഷിച്ചു, അതവരവിടെ എടുത്തു വെച്ചു. ആ കട്ടിങ്സ് അവർ എടുത്തു വെച്ചു, പേപ്പർ കട്ടിങ്സ്. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1 week കഴിയുമ്പോൾ അമ്മയ്ക്ക് വയറുവേദന വരുന്നു. അവരൊരു ഹോസ്പിറ്റലിൽ കാണിക്കുന്നു, അവിടെ ബയോപ്സി എടുക്കുന്ന ഒരു ചെറിയ മുഴയുണ്ട് പറയുന്നു. അപ്പോൾ ക്യാൻസറിനുള്ള സാധ്യത പറഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞു എനിക്ക് ആ ഡോക്ടറെ കണ്ടാൽ മതി, എന്നെ കണ്ടാൽ മതി എന്നൊരു വാശി. സ്വാഭാവികമായിട്ടും മക്കൾ പറഞ്ഞിട്ടുണ്ടാകണം, കാരണം അത്ര പ്രായമുള്ളൊരു ഡോക്ടറായിട്ട് തോന്നുന്നില്ല, സെറ്റിൽഡ് ഫാമിലിയാണ്, വേണമെങ്കിൽ പല സ്ഥലത്തും പോകാമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാകണം. ബട്ട് അമ്മയുടെ വാശിക്കാരനാണ് അവരെൻ്റെ പ്രൊഫൈലൊക്കെ നോക്കി പിന്നീട് ഓക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടാകാം, എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ആ സമയത്തൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, എല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, ടെസ്റ്റുകളൊക്കെ ചെയ്തു, ഓപ്പറേഷൻ കഴിഞ്ഞു, ഫസ്റ്റ് റിവ്യൂ കഴിഞ്ഞു. സെക്കൻഡ് റിവ്യൂ കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം ഇങ്ങനെ ഒരു ടോക്ക് ഉണ്ടായപ്പോഴാണ് അമ്മ പറയുന്നത്. അപ്പം അന്നൊരു യാദൃശ്ചികമായിട്ടൊരു ഫോട്ടോ കാണുന്നു, അതിൽ അമ്മയ്ക്ക് ഭയങ്കര ഹാപ്പി ആവുന്നു. പിന്നീടൊരു അസുഖം വന്നപ്പോൾ എന്നെ തന്നെ കാണുമെന്ന് പറയുന്നു. ദൈവകൃപ കൊണ്ട് തന്നെ അതൊക്കെ നല്ല രീതിയിൽ ഓപ്പറേഷനൊക്കെ പോയതുകൊണ്ട് അവരപ്പോഴും ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് നമ്മളോട് സംസാരിച്ചിട്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് ട്രീറ്റ്മെൻറ്റിൽ ഹാപ്പി ആയിട്ട് ഒരാൾ സന്തോഷമൊക്കെ പറയുമ്പോൾ ഡെഫിനറ്റ്ലി അതൊരു ഇടയ്ക്കിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ബട്ട് ഇങ്ങനൊരു ഇൻസിഡൻസ് റിയലി ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. നമ്മൾക്ക് വേണ്ടി ഒരാളുള്ളൊരു കോൺഫിഡൻസ്. അതെ അതെ.